ഗ്രാമത്തിന്റെ പേര് ഗജ്പുര എന്നാണ്. അവിടെ ആനകളുടെ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു. മാത്രമല്ല ഗ്രാമം മുഴുവനുമുള്ള ജനങ്ങളും മൃഗങ്ങളുമെല്ലാം ഒരേ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ആനക്കൂട്ടത്തിൽ ഗോലു എന്നു പേരുള്ള ഒരു ചെറിയ ആനക്കുട്ടി അതിന്റെ അമ്മ അനുപമയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. ഗോലു ഒരു ചെറിയ കുട്ടിക്കുറുമ്പനായിരുന്നു. അതൊരിക്കലും തന്റെ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിക്കാറേയില്ല. അത് മാത്രമല്ല സ്ഥിരമായി കൂട്ടത്തിൽ നിന്നും വിട്ട് തനിയെ കാട്ടിലേക്ക് പോകുമായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ മനസ്സിലാക്കിച്ചു ഗോലു, കൂട്ടത്തിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് പോകരുത് എന്ന്. കാട് എന്ന് പറയുന്നത് അപകടകരമാണ്. അമ്മ ഇങ്ങനെ വെറുതെ പേടിക്കുകയാണ്. എപ്പോ നോക്കിയാലും എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആനകളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറയൂ. മോനെ, അങ്ങനെ പറയരുത്. ഒരുപാട് പ്രാവശ്യം കാടുകളിൽ വേട്ടക്കാർ വന്ന് ആനകളെ ബന്ദിയാക്കി കൊണ്ടുപോകാറുണ്ട്. അമ്മയുടെ വാക്കുകൾ യാതൊന്നും കേൾക്കാതെ ഗോലു വീണ്ടും ഒരിക്കൽ കൂട്ടത്തിൽ നിന്നും വിട്ട് തനിച്ചുപോയി. എന്നിട്ടൊരു നദിയുടെ സമീപത്ത് പോയി ഇരിക്കുകയായിരുന്നു. അമ്മ എപ്പോഴും എന്നെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് എപ്പോഴും കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകാൻ സമ്മതിക്കേയില്ല. ഞാനെന്താ ഒരു കുഞ്ഞു മാത്രമാണോ? ഞാനൊരു ആനക്കുട്ടിയല്ലേ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഗ്രാമത്തിലെ സർക്കസിൽ നിന്നും 2 പേർ, ചിൻറ്റുവും പിന്റുവും, അവർ ആനകളെ പിടിക്കാനുള്ള ജോലിക്കാരായിരുന്നു. അവർ 2 പേരും കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ 2 പേർക്കും ഗോലുവിനെ കാണാൻ കഴിഞ്ഞു. പിന്റു, അവിടെ കണ്ടില്ലേ ഒരു ആനക്കുട്ടിയുണ്ട്? ആ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഒച്ച വെക്കല്ലേ. പതുക്കെ തന്നെ എന്റെ പുറകിലേക്ക് പോയിക്കോ. ഇന്ന് നമ്മൾ അതിനെ പിടിച്ചേ പറ്റുള്ളൂ. പിന്നെ വലയൊക്കെ തയ്യാറായിട്ട് വെച്ചോളൂ. ഞാൻ ശരിയെന്ന് പറഞ്ഞതിന് ശേഷം നീ ആ വല എടുത്ത് അതിന്റെ പുറകിൽ അങ്ങ് ഇട്ടേക്ക്. ചിൻറ്റുവും പിന്റുവും 2 പേരും ഗോലുവിന്റെ പിറകെ കൂടി. എന്നിട്ട് വല വിരിക്കാൻ തുടങ്ങി. പക്ഷെ 2 പേരും ചേർന്ന് ഗോലുവിന്റെ നേരെ വല വീശാൻ തുടങ്ങിയപ്പോഴേക്കും ആ സമയം കൃത്യമായി അനുപമ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഗോലുവിന്റെ മുൻപിൽ നേരെ വന്ന് നിന്നു. ചിൻറ്റുവും പിന്റുവും വല വീശിയത് അനുപമയുടെ മുകളിലേക്കാണ്. ചെറിയ ആനേനെ കാട്ടും വലിയ ആനാണ് നമുക്ക് വലിയ കാര്യം. അമ്മേ വേണ്ട, എന്റെ അമ്മയെ വെറുതെ വിട്. അമ്മയെ വിടാൻ. രക്ഷപ്പെടൂ ഗോലു, പുറമേക്ക് തിരിഞ്ഞു നോക്കരുത്. നീ നിന്റെ ജീവൻ രക്ഷിക്കൂ. ഓടിക്കോ ഗോലു, ഓടിക്കോ. ഗോലു കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഗോലു രക്ഷപ്പെടുന്നത് ഗ്രാമത്തിന്റെ വഴിയിലൂടെയാണ്. ചേട്ടാ, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ ആനകൾ കാട്ടിനുള്ളിൽ ഉണ്ടാവേണ്ടത്. ഗോലു മറുപടിയൊന്നും കൊടുക്കാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തു പറ്റി? നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? നിന്റെ പേരെന്താണ്? എന്റെ പേര് ഗോലു എന്നാണ്. ഞാൻ എന്റെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോയി. മാത്രമല്ല കുറച്ച് ആളുകൾ വന്ന് എന്റെ അമ്മയെ പിടിച്ച് അവരുടെ കൂടെ കൊണ്ടുപോയി. അതെല്ലാം എന്റെ തെറ്റാണ്. അമ്മ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാന്നോ ഒറ്റയ്ക്ക് പോകരുതെന്ന്. പക്ഷെ ഞാൻ അമ്മയുടെ വാക്കുകൾ കേട്ടില്ല. ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ സഹായിച്ചോളാം. നീ എന്നെ സുഹൃത്തായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. എന്റെ അച്ഛൻ ഈ ഗ്രാമത്തിലുള്ള തലവരാണ്. വരൂ, നീ എന്റെ വീട്ടിലേക്ക് തന്നെ വരൂ. ഞാൻ നിന്നെ അച്ഛനടുത്ത് കാണിപ്പിക്കാം. ശ്യാം ഗോലുവിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് തന്റെ അച്ഛന് കാണിച്ചു കൊടുത്തു. ഗോലുവാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ഗ്രാമത്തലവനോട് വിവരിച്ചു കൊടുത്തു. ഇത് മൊത്തം ഗ്രാമത്തിൽ തന്നെ പ്രശ്നം തന്നെയാണ്. ഈ ആനേനെ പിടിച്ചു കൊണ്ടുപോകുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. നീ വിഷമിക്കേണ്ട ഗോലു, ഞാൻ നിനക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തന്നേക്കാം. നിനക്ക് അതുവരെ ഞങ്ങൾ കൂടെ തന്നെ താമസിക്കാം ഗോലു. ഗ്രാമത്തലവൻ ഗോലുവിനെ തന്റെ വീട്ടിൽ തന്നെ പാർപ്പിച്ചു. ഭക്ഷണവും വെള്ളവും കൊടുത്തു. ഗോലുവും ശ്യാമുവും 2 പേരും ചേർന്ന് ഗോലുവിന്റെ അമ്മയെ അവിടെ എല്ലാം അന്വേഷിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരും. ഒരു ദിവസം എന്നത്തെയും പോലെ ഗോലു വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവനൊരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരുന്നു. അവന് അമ്മയുടെ ഓർമ്മകൾ വല്ലാതെ വന്നു. നീ വിഷമിക്കണ്ട ഗോലു, തീർച്ചയായിട്ടും നിന്റെ അമ്മ എന്നെ കണ്ടുപിടിച്ചു കൊടുത്തേക്കാം. എനിക്ക്
അമ്മയെ വല്ലാതെ ഓർമ്മ വരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ അമ്മ പറയുന്നത് അനുസരിക്കേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നിപ്പോ ഒറ്റയ്ക്കിരിക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ അമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അമ്മയെ വീണ്ടും കാണാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ലായിരുന്നു. അമ്മ പറയുന്നത് ഞാൻ എന്നും അനുസരിക്കും. എനിക്കിനി ഒരു പ്രാവശ്യം കൂടി എന്റെ അമ്മയെ കാണണം. ഗോലുവിന്റെയും ശ്യാമിന്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഗ്രാമത്തലവൻ എല്ലാ ഗ്രാമവാസികളെയും ഒരു മരത്തിന് കീഴേക്ക് വിളിച്ചു വരുത്തി. അവിടേക്ക് ഗ്രാമത്തലവൻ ഗോലുവിനെയും കൂട്ടിക്കൊണ്ടുവന്നു. ഗ്രാമത്തിലെ ജനങ്ങളെ, ഞാനൊരു മുഖ്യമായ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രാമത്തിൽ കുറെ ആനകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഒരു തീർവ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പൊ ആനേന്റെ ആ ചെറിയ കുട്ടിയുണ്ട്. ഇതിന്റെ പേര് ഗോലുവാണ്. ചില പേര് മണ്ടന്മാർ ഇതിന്റെ അമ്മ അനുപമനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഗ്രാമത്തിലെ ജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരു പക്ഷേ ഇതിന്റെ അമ്മ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ എൻ്റെ അടുത്തത് പറഞ്ഞിരിക്കണം. ആ ഗ്രാമവാസികളുടെ ഇടയിൽ സുഭാഷ് എന്ന പേരുള്ള ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. അയാൾ ഗ്രാമത്തലവന്റെ വാക്കുകൾ കേട്ട് പറഞ്ഞു, മുതലാളി, നമുക്ക് എന്താ പ്രശ്നങ്ങളൊക്കെ കുറവായിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ എന്താ ആനകളുടെ പ്രശ്നം നമ്മൾ തീർക്കാനുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കോ. നിങ്ങൾ ആദ്യം ഈ ആനകളുടെ പ്രശ്നമൊക്കെ മറന്നേക്ക്. പിന്നെ ഈ ചെറിയ ആനയെ തൂക്കിക്കൊണ്ട് നിങ്ങൾ കാട്ടിലേക്ക് വിട്ടേക്ക്. നമ്മൾ ഈ കാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്തിനാ എടുക്കുന്നത്? എന്താ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുഭാഷ്? നിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും നിനക്ക് മനസ്സാക്ഷി ഉണ്ടോ? ഈ ആനന്റെ ചെറിയ കുട്ടി അതിന്റെ അമ്മേനെ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. ഇതിനെ സഹായം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കടമ തന്നെയാണ്. പിന്നെ ഈർക്കയെ നമ്മൾ രക്ഷിക്കുന്നത് നമ്മുടെ കടമ തന്നെയാണ്. ഇത്രയും ആയപ്പോഴേക്കും സുഭാഷ് അവിടെ നിന്നും പോയി. എന്നിട്ട് ആരും അറിയാതെ ചിന്റുവിനെയും പിന്റുവിനെയും പോയി കണ്ടു. ചിന്റുവും പിന്റുവുമാണെങ്കിലോ അനുപമയെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം ചിട്ടു പിന്റു. മുതലാളി വന്നിട്ട് ഈ ആനയെ തപ്പാനുള്ള കാര്യത്തിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഈ പ്രശ്നമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ആനന്റെ കുട്ടി ഗോലും അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോഴും നമ്മുടെ ഗ്രാമത്തിന്റെ മുതലാളിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും പറയുന്നുണ്ട്. എന്റെ മോന് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ആ നന്നായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അത് ഞങ്ങളുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. നീ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട സുഭാഷ്. ഈ ആന നല്ല ആരോഗ്യത്തായിട്ടുള്ളത്. നീ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ചിണ്ടു. ഈ സ്ഥലത്തിനെ പറ്റി ആർക്കും ഒരു കാര്യം അറിയാൻ പോകുന്നില്ല. പിന്നെ ഈ ആനയും നമ്മുടെ സർക്കസിൽ ജോലി ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. സത്യമാണോ? ആ, പക്ഷെ ഒറ്റൊരു കണ്ടീഷൻ മാത്രമുണ്ട്. നമ്മളെ കൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ ഈ സർക്കസിൽ നിന്റെ വിദ്യകളൊക്കെ കാണിച്ചാലേ. കാരണം ഈ സർക്കസിലെ എനിക്ക് ഒരു വലിയ പങ്കൊക്കെ ഉണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്നും പോയി. മറ്റൊരു വശത്ത് എല്ലാ ഗ്രാമവാസികളും അനുപമയെ 4 വശത്തും അന്വേഷിച്ചു. പക്ഷെ അവളെ എവിടെയും കണ്ടുപിടിക്കാനായില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഗ്രാമത്തലവൻ ഒരു ദിവസം വീട്ടിൽ വന്ന് ഗോലുവിനോട് പറഞ്ഞു, ഇത് നോക്കുമ്പോൾ എന്നോട് നിശമിക്കണം. ഞാൻ മൊത്ത ഗ്രാമത്തിൽ നന്നായിട്ട് തിരക്കി നോക്കി. പക്ഷെ ഇതിന്റെ അമ്മ എവിടെയും കാണുന്നില്ല. പക്ഷെ നിന്റെ ആ ആനന്റെ കൂട്ടം തീർച്ചയായിട്ടും കിട്ടും. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ കൂട്ടത്തിലൂടെ പോകുന്നതാണ് നല്ലത്. ഇല്ല അച്ഛാ, ഗോലു നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നത്. അവൻ നമ്മുടെ വീട്ടിലെ ഒരാളായി അച്ഛാ. ഗോലു നമ്മുടെ വീട്ടിലെ ഒരാളുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിന്റെ കൂടെ പോകുന്നതാണ് നല്ല കാര്യം. ഗ്രാമത്തലവൻ പറഞ്ഞത് ശരിയാണ്. മാത്രമല്ല, എത്ര നാൾ നിങ്ങളുടെ കൂടെ താമസിച്ച് ഞാൻ നിങ്ങൾ നൽകുന്ന ഭക്ഷണം കഴിക്കും. ഒരു കാര്യം മാത്രം നന്നായിട്ട് ഓർമ്മിച്ചല്ലോ ഗോലു, നീ എപ്പോഴും ഞങ്ങൾക്ക് ഒരു ഭാരമേ അല്ല. നീ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ്. പിറ്റേ ദിവസം ഗ്രാമത്തലവനും ശ്യാമും ഗോലുവും പോകുകയാണ്. പക്ഷെ അപ്പോഴാണ് ഗോലു സർക്കസിന്റെ ഒരു നോട്ടീസ് ഒരു ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടത്. അതിലുണ്ടായിരുന്ന പടം അനുപമയുടേതാണ്. ഗ്രാമത്തലവ, ഇത് നോക്കൂ, ഇതെന്റെ അമ്മയുടെ ചിത്രമാണ്. ഇതേതോ സർക്കസിന്റെ വിജ്ഞാപനമാണ്. മാറ്, ഞാനത് നോക്കട്ടെ. അതിലൊരു ആനയെ കാണുന്നുണ്ടല്ലോ. അതാണോ നിന്റെ അമ്മ? അതെ ഗ്രാമത്തലവ. അച്ഛാ, ഈ സർക്കസിന് വേണ്ടി ഇവര് വിളംബരം ചെയ്തിട്ടുണ്ടല്ലേ? ഇതിൽ എവിടെയാണ് സർക്കസ് നടത്തുന്നവർ തീർച്ചയായിട്ടും ഇട്ടുണ്ടാവും. ഇതില് സർക്കസ് എവിടെയാ നടക്കുന്നത് പറഞ്ഞ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വാ, നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോവാം. ഗ്രാമത്തലവൻ പിറ്റേ ദിവസം സമീപമുള്ള ചില ജനങ്ങളെ വിളിച്ചു വരുത്തി.
മറുവശത്ത് സുഭാഷും ചിന്റുവും പിന്റുവും അന്നത്തെ പ്രദർശനത്തിനായി ഒരുങ്ങുകയായിരുന്നു. ആനെ, നീ മര്യാദയ്ക്ക് നിന്റെ കാര്യം മര്യാദയ്ക്ക് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ നിൽക്കണം. നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതുകൊണ്ട് നിനക്ക് മാത്രമാണ് വലിയ പ്രശ്നം നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട. ഞങ്ങൾ ഇതിനെ വളരെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ മുതലാളിന്റെ സ്ഥിതി എന്തു പറ്റി സുഭാഷ്? മുതലാളി വീണ്ടും തന്നെ ചെറിയ ആനയെ കാട്ടിലിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ആന വേറെ ആർക്കും കിട്ടിയിട്ടേ ഇല്ലല്ലോ. അവിടെ സുഭാഷും ചിന്റുവും പിന്റുവും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തലവനും ഗോലുവും ഗ്രാമവാസികളും അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ മറ്റുള്ളവരുടെ ചിരി അവിടെ നിന്നു. നല്ലോണം ചിരിച്ചോളൂ. നന്നായിട്ട് നീ ചിരിച്ചോണ്ടിരുന്നതല്ലേ. ഇപ്പൊ ഇനി നീ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മുതലാളി, നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ കൊണ്ട് തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഭാഷ്. നീ നിന്റെ അത്യാഗ്രഹം കൊണ്ട് നീ ഇത്രയും മാറിയിട്ടുണ്ടോ? ഒരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് അതിന്റെ അമ്മനെ നീ മാറ്റിയിട്ടുണ്ടല്ലോ. അതിനു വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിന്നെ മറക്കാനേ പോകുന്നില്ല. ഗ്രാമത്തലവനെ കണ്ടപ്പോഴേക്കും ചിന്റുവും പിന്റുവും രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴേക്കും അനുപമ വന്ന് അവരെ തടഞ്ഞു നിർത്തി. പിന്നാലെ ഗ്രാമവാസികൾ വന്ന് അവരെ പിടിച്ചു വെച്ചു. അനുപമ തന്റെ മകനെ അവിടെ കണ്ടു. രണ്ടുപേരും സന്ധിച്ചപ്പോൾ അവരെ ഏങ്ങി കരയാൻ തുടങ്ങി. എന്റെ മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. അമ്മയ്ക്ക് സുഖാണോ? എനിക്ക് അമ്മയില്ലാതെ ഒരുപാട് വിഷമമായി. എന്നോട് ക്ഷമിക്കമ്മേ. ഞാൻ അമ്മ പറഞ്ഞത് ഒന്നും കേട്ടില്ല. ഞാൻ അമ്മയോട് സത്യം ചെയ്യാം. ഇന്നു മുതൽ ഞാൻ അമ്മ പറയുന്നത് എല്ലാം കേട്ടോളാം. പക്ഷെ അമ്മ എന്നെ ഇനി വിട്ടിട്ട് പോകുകയും ചെയ്യരുത്. ഈ കഥ അനുപമയുടെയും ഗോലുവിന്റേതും മാത്രമല്ല, എല്ലാ മാതാപിതാക്കളുടെയും അവരുടെ കുഞ്ഞുങ്ങളുടേതുമാണ്. മാതാപിതാക്കൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് കഠിനമായി തോന്നാം. പക്ഷേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവരോട് തർക്കിക്കാതെ അവരുടെ വാക്കുകൾ അമൃതുപോലെ നമ്മൾ സ്വീകരിക്കണം. കാരണം അവരെക്കാൾ നന്നായി നമ്മളെ സ്നേഹിക്കുന്നവർ ഈ ലോകത്ത് മറ്റാരുമില്ല.